ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. യെസ്, നമ്മുടെ ഡൊമിനിക്കിന്റെ കേസ് ഡയറി, പേഴ്സണൽ ഡയറിയാണ്. അതും തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു 4 ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ആൾക്കാർ ആളുടെ ഡയറിയിലെ സസ്പെൻസ് ഇട്ടല്ലോ ഈ എന്തോ സംഭവം. ഞാനും പറയാൻ വന്ന വേറെന്തൊക്കെയോ, പക്ഷെ കിട്ടിയില്ല. അത് എനിക്ക് സസ്പെൻസ് അല്ലേ? എനിക്ക് സസ്പെൻസ്. അത് ഇവന് സസ്പെൻസ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണത്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തുവിടാം. 23-ാം തീയതി അറിയാം. ശരി, പിന്നല്ലാണ്ട് എന്തായാലും ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഒരു രീതിയിലുള്ള റിവീലിംഗ് ആദ്യമായിട്ട് കാണാം കേട്ടോ, ക്യാരക്ടേഴ്സ്. അതെ, ഇതേപോലെ തന്നെയായിരുന്നു ഇവരുടെ എല്ലാ സംഭവങ്ങളും. അതായത് ട്രെയിലറിന്റെ നമുക്കറിയാലോ, തലേ ദിവസം അനൗൺസ്മെന്റ് വന്ന എങ്ങനെയായിരുന്നു, നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി. അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളാണ്. എന്തായാലും ഡൊമിനിക് റിലീസിനെത്തുന്നത് 23-ാം തീയതി. അതിന് മുൻപായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ആദ്യം വന്നത് നമ്മുടെ അമ്മച്ചിയാണ്. അതായത് ഹൗസ് ഓണർ മാധുരി. ആളുടെ പ്രായം 70 പക്ഷെ കണ്ടാൽ 35 എന്നുള്ളതാണ് ആൾ എഴുതി വെച്ചിരിക്കുന്നത്. ആളുടെ ഒരു ഫാഷനും സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ 35. അതെ, പിന്നെ ഒരു പാവ സ്ത്രീ, ബട്ട് സ്ട്രോങ് ലേഡി. അത്ര സ്ട്രോങ് ആണല്ലേ? ക്യാരക്ടറിൽ കാണുമ്പോൾ അറിയാനുമുണ്ട്. അതെ, ലുക്കിലുണ്ട്. അതെ. റെന്റിന്റെ പേരും പറഞ്ഞ് ഡെയിലി വരും. ബട്ട് വൈ 2 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. എന്താ കാര്യം? കിട്ടൂല. ഓക്കെ, പിന്നെ മെയിനായിട്ടൊരു സംഭവം ഇതിയുണ്ട്. അമ്മ മനസ്സ് തങ്ക മനസ്സ് സെൽഫ്. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ചെറിയൊരു ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ സെൽഫായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്നത് എന്നെ ഭയങ്കര കാര്യമാണ് ഡൊമിനിക്കിനെ. പിന്നെ ബീഫ് ഫ്രൈയോ, ബീഫ് കറി ഗുഡ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടാവും. ബീഫ് കറി വെച്ച് കൊണ്ടു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഫ്രീക്വൻലി വിസിറ്റ് ഹോസ്പിറ്റൽ 2-3 times. അപ്പോൾ അങ്ങ് തികയുന്നുണ്ടാവില്ല മനസ്സിൽ. രോഗമുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ രോഗികളെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കാം. അല്ലാതെ 3-2 എന്തിന് അതും. ഓക്കെ, അല്ലെങ്കിൽ മകള് വല്ല ഡോക്ടറൊക്കെ ആയിരിക്കും. എവിടേക്കാ പോണ കേറി. പിന്നെ എവിടുന്നോ ഒരു പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാണല്ലോ കഥ മൊത്തം ഇരിക്കുന്നത്. സംഭവം നമ്മുടെ ഡൊമിനിക്ക് കുറച്ച് മലയാളത്തിലെഴുതും, പിന്നെ അതിന്റെ ബാക്കി മംഗ്ലീഷിലെഴുതും, പിന്നെ പക്ക ഇംഗ്ലീഷിലെഴുതും. എന്തൊക്കെ രീതിയിലാണ് ആളുടെ പരിപാടികള്, എന്തൊക്കെയാണ് ആളുടെ ഹോബികള്. ഫസ്റ്റ് കം ഫ്രം ഹെറോ. ഫസ്റ്റ് കം ഫ്രം ഹെയർ തന്നെ. അതായത് ഈ പേഴ്സിന്റെ കാര്യം, ലോസ്റ്റ് ലേഡി പേഴ്സ്. ഓക്കെ, കൊള്ളാം. അത് ബ്രാക്കറ്റിലിട്ടുണ്ട്. ഒരു എവിടുന്നോ കിട്ടിയ ഒരു പേഴ്സ് കൊടുത്ത് ആളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് അന്വേഷിക്കാമോ എന്ന് നമ്മളിതിന്റെ ട്രെയിലറിൽ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ. ഓക്കെ, അപ്പോൾ ആ ഒരു പേഴ്സുമായിട്ടാണ് പിന്നെ ആള് ഉള്ള എല്ലാ പുലിവാലും പിടിക്കുന്നത്. അതാ പറഞ്ഞത്, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ പേഴ്സിലാണ് തുടക്കം. അതെ, പക്ഷെ എങ്കിലും ഇനി ജയിക്കുകയാണെങ്കിൽ, അത് കേസ് ജയിച്ച് വല്ലതും കിട്ടുകയാണെങ്കിൽ വാടക ഒന്ന് കൊടുത്തേക്കണേ. മിക്കവാറും വാടക കൊടുക്കാൻ സാധ്യതയല്ല. കാരണം വാടക കുറെ കിട്ടാറുണ്ടല്ലോ. അതിന്റെ പേരിലായിരിക്കും ഈ കേസിന് കൊടുക്കുന്നത് അല്ലേ? നീ വാടക തന്നില്ലേ, വേണ്ട ഇതൊന്നും തെളിയിച്ചു തരാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയണത്. എന്തായാലും വാടക തരുന്നില്ലല്ലോ, അത് കിട്ടാൻ പാടില്ല. അപ്പൊ ഈ മര്യാദക്ക് ഈ കേസ് തെളിയിച്ചു തരും, അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അടുത്തത് നമ്മുടെ വിജയ് ബാബുവിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. ആളുടെ പേര് ടോണി. റിച്ച് കൈയാണ്, ബിസിനസ് ടൈക്കൂണാണ്. ഓക്കെ, പിന്നെ അതെന്താണിത്? റെഗുലർ ക്രൗൺ പ്ലാസ വിസിറ്റ്. അതായത് റെഗുലർ ആയിട്ട് ക്രൗൺ പ്ലാസയിൽ വിസിറ്റ് ചെയ്യുന്ന ആളാണ്. ആൾവേസ് വിയർ സൺഗ്ലാസസ്. ഓഹോ, സെൽഫ് അതും സെൽഫ്. ഓക്കെ, പിന്നെ റിയൽ എസ്റ്റേറ്റ് യൂസ്ഡ് കാർസ്. അപ്പൊ പരിപാടി എന്താണെന്ന് അറിയാലോ. സോറി, ഒരു സോറി കൂടി കിട്ടാനുണ്ട്. ഒരു സോറി കിട്ടിയാലും തീർന്നു കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ യൂസ്ഡ് കാർസ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ മറിച്ച് വിൽക്കുന്ന പരിപാടി, പിന്നെ റിയൽ എസ്റ്റേറ്റ് പരിപാടി, അതൊക്കെയാണ്. പിന്നെ KL07 XZ അത് 2 XZ 23
98 08 ഭയങ്കര എഴുത്താട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഡൊമിനിക് എഴുതിയിരിക്കുന്നത് ആൾക്ക് മാത്രം ഇതിനെക്കുറിച്ച് പിന്നീട് വായിക്കാൻ പാടുള്ളൂ, പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതെ. ഓക്കെ, പിന്നെ ഷാർപ്പാണ്, ക്ലെവറാണ്, പിന്നെ റൂത്ത്ലെസ് ആണ്. ഓക്കെ, ഭാവി അംബാനിയാണ്. അടുത്തത് ജാൻസി ആവുന്നു, നമ്മുടെ വഫ ഖദീജ അല്ലത്, പൂജയുടെ ഫ്രണ്ടാണ് കേട്ടോ ജാൻസി. ഓക്കെ, പൂജ ആരാപ്പോ? 25 വയസ്സ്. ഓക്കെ, നല്ല പ്രായം. 5'6" ഹൈറ്റ്. പിന്നെ WFH വർക്ക് ഫ്രം ഹാർഡ്, വർക്ക് ഫ്രം ഹോം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ വാട്ട് ദ ഫക്ക് അങ്ങനെയൊക്കെ വന്നത്. ഓക്കെ, അടുത്തത് നോട്ട് എ സസ്പെക്ട് ബട്ട് ഹൈഡിങ് സംതിങ്. എന്തോ ഒളിക്കുന്നുണ്ട്. സസ്പെക്ട് ഒന്നും അല്ല, പക്ഷെ എന്തോ ഒളിക്കുന്നുണ്ട്. ഒരു ന്യൂട്രൽ കുട്ടിയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയിക്കണം. IT പ്രൊഫഷനാണ്. പിന്നെ മലയാളം ഈസ് വയേഡോ. സംഭവം തന്നെ മലയാളം ശരിയായ രീതിയിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ വാക്സ് ത്രൂ ആസാദ് റോഡ് എവറി ഡേ അറ്റ് 6 PM. അത് ശരി, 6 മണിക്ക് എല്ലാ ദിവസവും ആസാദ് റോഡ്. ഇനി എറണാകുളത്ത് പോകുമ്പോൾ നോക്കണം. എല്ലാ കോഴികൾക്കും ആ വഴിയൊന്ന് പോയി നോക്കാം. അതെ, ഇനി എറണാകുളം പോകുമ്പോൾ നോക്കണം ആസാദ് റോഡില്. അപ്പൊ നമ്മൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഒരുപാട് കോഴികളാണ് ക്യൂ ആയിരിക്കും. എന്നാലും കമന്റ് വരാൻ പോകുന്നൊരു കാര്യം പറഞ്ഞ, എന്നാലും നിങ്ങളുടെ അത്ര വലിയ കോഴിയൊന്നും ആയിരിക്കൂല അത്. അതെ, ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ തീരുമാനിച്ചില്ലേ. അതെ, നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. 6 മണിക്ക് സ്ഥിരം പോകുന്നുണ്ടെങ്കിലേ രസമായിരിക്കും. ഒരു ന്യൂട്രൽ കുട്ടിയല്ലേ. അതെ, നമുക്ക് പറ്റിയ കുട്ടിയാണെങ്കിലോ ഡേഞ്ചർ ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ പൂജ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പൂജ ക്യാരക്ടർ ചെയ്യുന്ന ആരാ? നമ്മുടെ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ. അത് അതന്നെ ആണോ? ആൾക്ക് പ്രായം 25. ഡെയിലി അതിലൂടെ നടക്കുന്നത് നോക്കട്ടെ ആദ്യം. അത് മാത്രമല്ല, ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ ഫോൺ എടുത്ത് വിളിച്ചാലോ? 97 73 61 69. അല്ല, ഇതിപ്പോ ആരുടെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, 1 കോടി അങ്ങ് പോവും. ഇഷ്ടപരിഹാരം. ഇത് മിക്കവാറും എന്തായിരിക്കും അറിയാം, സെറ്റിലെ ഏതെങ്കിലും ചെക്കന്മാരുടെ നമ്പർ ആയിരിക്കും. വിളിക്കുമ്പോഴായിരിക്കും ബാക്കി വിവരം അറിയാൻ പോണത്. അപ്പൊ ശരിക്കും 1 കോടിയല്ല, 1.5 കോടി കിട്ടും. നീ മനസ്സിൽ വിചാരിച്ചില്ലാന്നോ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കണം? വെറുതെ അടിച്ച് കൂട്ടാതെ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഒരു മിസ് കോള് അത്ര ഉദ്ദേശിച്ചുള്ളൂ. ബോറിംഗ് ആണ്. പിന്നെന്താ? ബോറിംഗ് കോർപ്പറേറ്റ് എംപ്ലോയി. ആൾക്ക് ജോലി വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, റൂംമേറ്റ് ഓഫ് ജാൻസി. മറ്റേ 2 പേര് ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഓൾവേസ് ക്ലിക്ക് ദി സെൽഫീസ്. സെൽഫി എടുക്കുന്ന ആളാണ് മെയിൻ, എപ്പോഴും അതിനായിരിക്കും. ഓക്കെ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഓക്കെ, കണ്ടിട്ടൊരു പാവം, കണ്ടിട്ടോ, അടുത്തറിഞ്ഞിട്ടില്ല. അടുത്തറിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടറിയാം. പിന്നെ കൈൻഡ് ഹാർട്ടഡ് ആണ്, ലോയൽ ഗേൾ ആണ്. ഓക്കെ, ഇത്രയും പോസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. 4 പേജ് തുറന്നു, 18 പേജ് തുറന്നു. പക്ഷെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള 4 പേജാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി അതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഇനി വരാനുണ്ട്, 5 ദിവസമല്ലേ ഇനി. അതെ. അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. യെസ്, എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം ഇനി വരാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും. ഭയങ്കര രസമുണ്ട് കേട്ടോ സംഭവം എന്തായാലും വരുന്നത്. എന്നാ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതുപോലെ തരുമ്പോഴേ അത് ഹാപ്പിയാ അല്ലേ? ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ കൂടുതൽ ഡീറ്റെയിൽ ഇല്ലതാനും ആ ക്യാരക്ടറിനെ കുറിച്ച്. അങ്ങനെയല്ല, ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ നമുക്ക് തരുന്നുമില്ല. ഇന്ന ആളാണെന്നുള്ളത് പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെയാണ് ആളുടെ നേച്ചർ എന്താണെന്നുള്ളത് മാത്രം കാണിച്ചു പോകുന്നത്. എന്തായാലും കൊള്ളാം, ഗംഭീരം. ഫോൺ നമ്പറെ തുമ്മി കിടക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞേക്ക. നന്നായി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.